ഇത് വോയിസ് ഓഫ് ആർബിയ. നമ്മുടെ ശബ്ദം, നമ്മുടെ അവകാശം, നമ്മുടെ ഭാവി. വരാനിരിക്കുന്ന LDS, LGS ഉൾപ്പെടെയുള്ള കേരള PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് ഒരുപടി കൂടി അടുത്തേക്ക് എത്തിക്കാൻ വോയിസ് ഓഫ് RBR ഒരുക്കുന്ന ഏറ്റവും പുതിയ പ്രതിദിന വീഡിയോയിലേക്ക് സ്വാഗതം. ഓരോ ദിവസവും പുതിയ ചോദ്യങ്ങൾ, നിങ്ങളുടെ അറിവ് പരിശോധിക്കാൻ മികച്ച അവസരം, പരീക്ഷയിൽ വിജയം ഉറപ്പിക്കാൻ സഹായിക്കുന്ന കൃത്യമായ തയ്യാറെടുപ്പ്. അതിനാൽ വീഡിയോ മുഴുവൻ കാണാൻ മറക്കരുത്. ഓരോ ചോദ്യത്തിനും നിങ്ങളുടെ ഉത്തരങ്ങൾ സംശയമുണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തുക. കൂടാതെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്തുകൊണ്ടാണ് വോയിസ് ഓഫ് RBRന്റെ ഈ ചോദ്യോത്തരങ്ങൾ PSC പരീക്ഷകളിൽ പ്രധാനമാകുന്നത്? കേരള PSC പരീക്ഷകളുടെ സിലബസിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമാണ് കേരള നവോത്ഥാനം. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പിസ്വാമികൾ തുടങ്ങിയ നവോത്ഥാന നായകരെക്കുറിച്ചും അവരുടെ കൃതികൾ, അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങൾ എന്നിവയെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ എല്ലാ പരീക്ഷകളിലും ആവർത്തിക്കാറുണ്ട്. അതിനാൽ വോയിസ് ഓഫ് RBRൽ നൽകുന്ന ഈ ചോദ്യോത്തരങ്ങൾ ശ്രദ്ധയോടെ പരിശീലിച്ചു തുടങ്ങാം. 1. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച നവോത്ഥാന നായകനാര്? 2. ഉത്തരം വൈകുണ്ഠസ്വാമികൾ. വിശദീകരണം: കേരള നവോത്ഥാനത്തിൻ്റെ ആദ്യകാല പ്രസ്ഥാനങ്ങളൊന്നായ സമത്വ സമാജം 1836 കന്യാകുമാരിയിലെ സാമിത്തോപ്പിൽ വെച്ച് വൈകുണ്ഠസ്വാമികളാണ് സ്ഥാപിച്ചത്. 2. ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ പേരെന്തായിരുന്നു? ഉത്തരം കുഞ്ഞൻ പിള്ള. വിശദീകരണം: വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ പേര് കുഞ്ഞൻപിള്ള എന്നായിരുന്നു. തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിലാണ് അദ്ദേഹം ജനിച്ചത്. 3. ആത്മോപദേശ ശതകം എന്ന കൃതി രചിച്ചതാര്? ഉത്തരം ശ്രീനാരായണ ഗുരു. വിശദീകരണം: 1897 ശ്രീനാരായണ ഗുരു മലയാളത്തിൽ രചിച്ച 100 ശ്ലോകങ്ങളുടെ ഒരു ദാർശനിക കൃതിയാണ് ആത്മോപദേശ ശതകം. 4. മഹാത്മാ അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം? ഉത്തരം 1907. വിശദീകരണം: അവർണ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസത്തിനും സാമൂഹിക ഉന്നമനത്തിനുമായി 1907 അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്. അടുത്തത് 5. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി പണിമുടക്കായി കണക്കാക്കപ്പെടുന്ന കല്ലുമാല സമരം 1915 ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്? ഉത്തരം അയ്യങ്കാളി. വിശദീകരണം: കൊല്ലം ജില്ലയിലെ പെരിനാട് വെച്ച് 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് കല്ലുമാല സമരം അഥവാ പെരിനാട് ലഹള. 6. ആത്മവിദ്യാസംഘം എന്ന നവോത്ഥാന പ്രസ്ഥാനം സ്ഥാപിച്ചതാര്? ഉത്തരം വാഗ്ഭടാനന്ദൻ. വിശദീകരണം: അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടുന്നതിനായി 1917 കോഴിക്കോട് കാരപ്പറമ്പിൽ വെച്ച് വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. 7. അവർണർക്ക് ക്ഷേത്രങ്ങൾക്ക് ചുറ്റുമുള്ള നിരത്തുകളിൽ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പ്രശസ്തമായ സത്യാഗ്രഹം ഏത്? ഉത്തരം വൈക്കം സത്യാഗ്രഹം. വിശദീകരണം: 1924 ആരംഭിച്ച വൈക്കം സത്യാഗ്രഹം കേരള നവോത്ഥാന ചരിത്രത്തിലെ നാഴികക്കല്ലാണ്. ഇത് ക്ഷേത്ര പ്രവേശനത്തിനല്ല, മറിച്ച് ക്ഷേത്ര വഴികളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനാണ് നടന്നത്. 8. 1917 ചെറായിൽ വെച്ച് മിശ്രഭോജനം സംഘടിപ്പിച്ചതാര്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. വിശദീകരണം: ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള മിശ്രഭോജനം എന്ന ആശയം പ്രാവർത്തികമാക്കിയത് സഹോദരൻ അയ്യപ്പനാണ്. 9. അടുക്കളയിൽ നിന്ന്
അരങ്ങത്തേക്കെന്ന പ്രശസ്തമായ സാമൂഹ്യ നാടകം രചിച്ചതാര്? ഉത്തരം PT ഭട്ടതിരിപ്പാട്. വിശദീകരണം: നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെയും സ്ത്രീകളുടെ ഉന്നമനത്തിനുമായി VT ഭട്ടതിരിപ്പാട് രചിച്ച നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. 10. ഈഴവ മെമ്മോറിയൽ 1896 എന്ന നിവേദനം തിരുവിതാംകൂർ മഹാരാജാവിന് സമർപ്പിക്കാൻ നേതൃത്വം നൽകിയതാര്? ഉത്തരം ഡോക്ടർ പൽപ്പു. വിശദീകരണം: സർക്കാർ സർവീസിൽ ഈഴവർക്ക് മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്കും. അടുത്തത് വരാനിരിക്കുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഇന്ത്യൻ ഭരണഘടനാ ചോദ്യങ്ങളാണ്. എല്ലാ ദിവസവും വോയിസ് ഓഫ് RBRൽ കൊടുത്തിരിക്കുന്ന വീഡിയോകൾ കണ്ട് നിങ്ങൾക്ക് റാങ്ക് മെച്ചപ്പെടുത്താൻ സഹായിക്കും. എന്തുകൊണ്ടാണ് പരീക്ഷകളിൽ ഇത് പ്രധാനമാകുന്നത്? കേരള PSC പരീക്ഷകളുടെ സിലബസിൽ ഇന്ത്യൻ ഭരണഘടന, മൗലികാവകാശങ്ങൾ, പ്രധാന ആർട്ടിക്കിളുകൾ, ഭരണഘടനാ ഭേദഗതികൾ എന്നിവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒരു പൗരൻ എന്ന നിലയിലും ഉദ്യോഗാർത്ഥി എന്ന നിലയിലും ഭരണഘടനയെക്കുറിച്ചുള്ള അറിവ് നിർബന്ധമാണ്. അതുകൊണ്ട് ആ ഭാഗങ്ങൾ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. ഇന്ത്യൻ ഭരണഘടനാ ചോദ്യങ്ങൾ. 1. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. വിശദീകരണം: 1946 ഡിസംബർ 11 നടന്ന സമ്മേളനത്തിലാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുത്തത്. ആദ്യത്തെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. 2. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം 1950 ജനുവരി 26. വിശദീകരണം: ഇന്ത്യൻ ഭരണഘടന പൂർണ്ണമായി അംഗീകരിച്ച് ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26 ഈ ദിവസമാണ് നാം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. 3. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതാര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. വിശദീകരണം: 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ആണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. 4. മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ഉത്തരം അമേരിക്ക. വിശദീകരണം: ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൗലിക അവകാശങ്ങൾ എന്ന ആശയം അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്. 5. ഭരണഘടനയുടെ ഏത് അനുച്ഛേദനമാണ് അയിത്തോച്ചാടനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം ആർട്ടിക്കിൾ 17. വിശദീകരണം: ഭരണഘടനയിലെ ആർട്ടിക്കിൾ 17 പ്രകാരം ഇന്ത്യയിൽ അയിത്തം കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഇതിൻ്റെ ലംഘനം ശിക്ഷാർഹമായ കുറ്റമാണ്. 6. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക ചുമതലകൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഉൾപ്പെടുത്തിയത്? ഉത്തരം സ്വരൺ സിംഗ് കമ്മിറ്റി. വിശദീകരണം: 1976 സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. 7. വിവരാവകാശ നിയമം ഇന്ത്യയിൽ ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം 2005. വിശദീകരണം: സർക്കാർ വിവരങ്ങൾ പൗരന്മാർക്ക് ലഭിക്കുന്നതിനുള്ള വിവരാവകാശ നിയമനം ഇന്ത്യയിൽ പാസാക്കിയത് 2005. 8. ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സുപ്രീം കോടതി. വിശദീകരണം: ഭരണഘടനാ തത്വങ്ങൾ ലംഘിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നതിനാൽ സുപ്രീം കോടതിയെ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്ന് വിളിക്കുന്നു. 9. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഉത്തരം ആർട്ടിക്കിൾ 352. വിശദീകരണം: യുദ്ധം, ബാഹ്യ ആക്രമണം അല്ലെങ്കിൽ സായുധ കലാപം എന്നീ സാഹചര്യങ്ങളിൽ ഇന്ത്യയിലുടനീളം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ആർട്ടിക്കിൾ 352 രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നു. 356 സംസ്ഥാന അടിയന്തരാവസ്ഥ, 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ. 10. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടന ഭേദഗതി ഏത്? ഉത്തരം
സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.